പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയെ നേരിടാനായിട്ട് പോവുകയാണ്. നാളത്തെ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രസ് മാച്ച് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റല ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡേവിഡ് കാറ്റലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പഞ്ചാബ് ഒരു ശക്തരായിട്ടുള്ള ടീം തന്നെയാണ്. നാളത്തെ മത്സരത്തിൽ അവർ ആദ്യം ഗോൾ നേടിയാൽ മത്സരം തിരിച്ചു പിടിക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ തുടക്കം മുതൽ തന്നെ മികച്ച രീതിയിൽ തന്നെ കളിക്കണം. നമ്മൾ ഓപ്പൺ പ്ലേയിൽ കൂടുതൽ നല്ലതായി കളിക്കേണ്ടതുണ്ട്. ഗോളുകൾ നേടാൻ ശ്രമിക്കണം. മത്സരങ്ങൾ വിജയിക്കണമെങ്കിൽ ഗോളുകൾ നേടണം. അതുകൊണ്ട് തന്നെ അധികം ഗോൾ വഴങ്ങാതിരിക്കാനും നമുക്ക് മെച്ചപ്പെടണം. 5 മത്സരങ്ങളിൽ 7 ഗോളുകളാണ് നമ്മൾ വഴങ്ങിയിരിക്കുന്നത്. അതുകൂടി നമുക്ക് മെച്ചപ്പെടുത്തേണ്ട ഭാഗമാണ്. അതിനുവേണ്ടി തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഡേവിഡ് കാറ്റല പറയുന്നത്. നിലവിലെ പരിക്കുകളെക്കുറിച്ച് കോച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇനിയും കാത്തിരിക്കണം. മെഡിക്കൽ സ്റ്റാഫും ഫിസിയോകളുമായി സംസാരിക്കണം. ടീമിലെ ചില പ്ലെയേഴ്സിനെല്ലാം മസിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഡേവിഡ് കാറ്റല പറയുന്നത്. മാത്രമല്ല, കൂടുതൽ പേരും നാളത്തെ മത്സരത്തിൽ കളിക്കാൻ ഫിറ്റ് ആയിരിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നും ഡേവിഡ് കാറ്റല പറഞ്ഞു. മറ്റൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിട്ടുള്ള വിക്ടർ ബർത്തമ്യു നാളത്തെ മത്സരത്തിലും കളിച്ചേക്കില്ല. 3 മത്സരത്തെ സസ്പെൻഷനാണ് വിക്ടർ ബർത്തമ്യുവിനുള്ളത്. ഒരു മത്സരം മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിലും താരം അവൈലബിൾ ആയിരിക്കില്ല. നാളത്തെ മത്സരത്തിന് ശേഷമുള്ള സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരായുള്ള മത്സരത്തിലും വിക്ടർ ബർത്തമ്യു അവൈലബിൾ ആയിരിക്കില്ല. ഈ 2 മത്സരങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും താരത്തിൻ്റെ ഒരു സസ്പെൻഷൻ കഴിയുക. മറ്റൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള ജയ് കുട്ടോൺകോ സ്റ്റാർട്ടിംഗ് 11-ൽ വരികയാണെങ്കിൽ അറ്റാക്കിങ് കുറച്ചുകൂടി മെച്ചപ്പെടും. എന്തായാലും നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിലെ ആദ്യ വിജയം കണ്ടെത്താൻ സാധിക്കുമോ എന്നെല്ലാം കാത്തിരുന്നു തന്നെ കാണാം. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.